മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മകളുടെ എക്സാലോജിക് എന്ന കമ്പനിക്കെതിരെയും ഒപ്പം കൊച്ചിയിലെ CMRL എന്ന കമ്പനിക്കെതിരെ ഇപ്പോൾ കേന്ദ്ര ഏജൻസികളുടെ അന്വേഷണം നടക്കുകയാണ്. ഈ അന്വേഷണത്തിൽ വീണ വിജയൻ കുടുങ്ങുമെന്നാണ് പ്രതിപക്ഷം ഇപ്പോൾ പറഞ്ഞ് പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. പക്ഷേ കാര്യങ്ങൾ അങ്ങനെയല്ല. വീണ വിജയനിൽ മാത്രമല്ല ഈ അന്വേഷണം ഒതുങ്ങുന്നതെന്നും ഈ കമ്പനിയിൽ നിന്ന് പണം വാങ്ങിയിട്ടുള്ള മറ്റു രാഷ്ട്രീയ നേതാക്കളിലേക്കും ഒപ്പം മുതിർന്ന മാധ്യമ പ്രവർത്തകരിലേക്കും അന്വേഷണം പോകുമെന്നാണ് ഇതിലൊരു ഉദ്യോഗസ്ഥൻ തന്നെ ഇന്ന് മലയാളത്തിലെ ഒരു പ്രമുഖ മാധ്യമത്തോട് വെളിപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ വീണ വിജയന് വെച്ച കെണിയിലേക്ക് ഇപ്പോൾ ബാക്കിയുള്ള എല്ലാ നേതാക്കന്മാരും കൂടി വീഴുന്നു എന്ന് വേണം പറയാനായിട്ട്. അതിൽ പണം വാങ്ങിയ മുതിർന്ന മാധ്യമ പ്രവർത്തകരും ഉൾപ്പെടും എന്ന് പറയുമ്പോൾ ഈ അന്വേഷണ പരിധിയിലേക്ക് രാഷ്ട്രീയ നേതാക്കളും എത്തും എന്ന കാര്യം ഉറപ്പായി കഴിഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് ലോക്സഭാ തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുകൊണ്ട് ഇരു മുന്നണികളെയും ഒന്ന് വെള്ളം കുടിപ്പിക്കാനുള്ള BJPയുടെ ശ്രമം കൂടിയായിട്ട് വേണമെങ്കിൽ ഈ ഒരു അന്വേഷണത്തെ കാണാവുന്നതാണ്. അതുകൊണ്ട് തന്നെയാണ് കൃത്യമായി ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ഇനി മാസങ്ങൾ മാത്രം ബാക്കി നിൽക്കെ രണ്ട് മുന്നണികളെയും ചേർത്ത് ഇവിടെ സമ്മർദ്ദമുണ്ടാക്കി അതിലൂടെ നേട്ടമുണ്ടാക്കാം എന്നൊരു പ്രതീക്ഷയിലാണ് BJP ഇപ്പോൾ ഈ അന്വേഷണം പ്രഖ്യാപിച്ചത് എന്നുകൂടി നമ്മൾ മനസ്സിലാക്കണം. 2013 മുതൽ 2019 വരെയുള്ള വർഷങ്ങളിൽ 135 കോടി 54 ലക്ഷം രൂപയുടെ വരുമാനം CMRL വെളിപ്പെടുത്തിയിട്ടില്ലെന്നാണ് ആദായ നികുതി സെറ്റിൽമെന്റ് ബോർഡിനെ കണ്ടെത്തൽ. ഇതിൽ 73 കോടി 38 ലക്ഷം രൂപ വെളിപ്പെടുത്തേണ്ട ഗണത്തിൽ പെടില്ലെന്നാണ് കമ്പനിയുടെ വാദം. രാഷ്ട്രീയക്കാർക്കും ഉദ്യോഗസ്ഥർക്കും മാധ്യമപ്രവർത്തകർക്കുമായി ഈ കാലയളവിൽ കമ്പനി 95 കോടി 6 ലക്ഷം രൂപ നൽകിയെന്നാണ് ആദായ നികുതി വകുപ്പ് കണക്കാക്കിയിരിക്കുന്നത്. മാത്രമല്ല സംസ്ഥാനത്തെ ഭരണകക്ഷിയിലും പ്രതിപക്ഷത്തിലുമുള്ള നിരവധി പ്രമുഖ നേതാക്കളിൽ CMRL നിന്ന് പണം കൈപ്പറ്റിയതായാണ് ആദായ നികുതി വകുപ്പ് പിടിച്ചെടുത്ത റെയ്ഡിലെ രേഖകൾ വെച്ച് ആ റിപ്പോർട്ടുകളിൽ നിന്ന് വ്യക്തമാക്കുന്നത്. മാത്രമല്ല ഇതിലെ ചീഫ് ഫിനാൻഷ്യൽ ഓഫീസർ ആയിരുന്ന KS സുരേഷ് കുമാറിന്റെ വസതിയിൽ റെയ്ഡ് നടത്തുന്ന സമയത്ത് അയാളുടെ കയ്യിൽ നിന്ന് പിടിച്ചെടുത്ത രേഖയിൽ PV, OC, RC, KK, IK തുടങ്ങിയ ചുരുക്കപ്പേരുകളിൽ അറിയപ്പെടുന്നവർക്ക് വൻ തുക കൈമാറി എന്നുകൂടി പറയുന്നുണ്ട്. പക്ഷേ ആ തുക കൈമാറിയതുമായി ബന്ധപ്പെട്ട് ഒരു രേഖയും സൂക്ഷിച്ചിട്ടില്ല എന്നാണ് ഇവർ തന്നെ പറയുന്നത്. അന്നത്തെ അന്വേഷണ ഉദ്യോഗസ്ഥരോട് പിണറായി വിജയൻ, ഉമ്മൻചാണ്ടി, രമേശ് ചെന്നിത്തല, കുഞ്ഞാലിക്കുട്ടി, ഇബ്രാഹിം കുഞ്ഞ് എന്നീ പേരുകളുടെ ചുരുക്കെടുത്താണ് ഈ പേരുകൾ എന്നാണ് സന്തോഷ് പറഞ്ഞിരുന്നത്. പിന്നീട് മുഖ്യമന്ത്രി പിണറായി വിജയനോട് തന്നെ ചോദിച്ചപ്പോൾ PV എന്നുള്ള പേര് ഞാനല്ല എന്ന് മുഖ്യമന്ത്രി വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്. എന്തായാലും ഇനി ഈ കേന്ദ്ര ഏജൻസി അങ്ങനെ ഒരു കണ്ടെത്തൽ നടത്തിയാൽ പോലും ഈ രാഷ്ട്രീയ നേതാക്കൾക്കെതിരെ ഇത്തരത്തിൽ പണം വാങ്ങി എന്നൊരു കണ്ടെത്തൽ നടത്തിയാൽ പോലും അവർക്കെതിരെ നടപടി എടുക്കാനുള്ള സാധ്യതയൊന്നുമില്ല. പക്ഷേ അതേസമയം അവർക്ക് തെരഞ്ഞെടുപ്പ് കമ്മീഷനെ സമീപിക്കാനും തുടർ നടപടി എടുക്കാനുമുള്ള ഒരു സാധ്യത അവിടെ നിലനിൽക്കുന്നുണ്ട്. ഈ പണം കൈപ്പറ്റിയിട്ടുണ്ട് എന്നുള്ള കാര്യം ചെന്നിത്തല നേരത്തെ തന്നെ സമ്മതിച്ചിട്ടുണ്ടായിരുന്നു. അത് പാർട്ടിക്ക് വേണ്ടിയാണ് കൈപ്പറ്റിയെന്നാണ് അദ്ദേഹം ന്യായീകരിച്ചത്. അതുകൊണ്ട് പണം കൈപ്പറ്റിയ പ്രമുഖ പ്രതിപക്ഷ നേതാക്കളും ഈ ഒരു അന്വേഷണത്തിൽ വരും എന്ന് പറയുമ്പോൾ രാഷ്ട്രീയപരമായി കോൺഗ്രസിനെയും പ്രതിരോധത്തിലാക്കുന്നതാണ് ഈ ഒരു അന്വേഷണം എന്നുകൂടി ഇതിൽ എടുത്തു പറയണം. സാധാരണ ഈ പണം സംഭാവന ചെയ്യുന്നത്, അതായത് നമ്മുടെ രാഷ്ട്രീയ പാർട്ടികൾക്ക് സംഭാവന നൽകുന്ന 20,000 രൂപയ്ക്ക് മുകളിലുള്ള എല്ലാ സംഭാവനകളും വെളിപ്പെടുത്തണമെന്ന് ഈ ജനപ്രാതിനിധ്യ നിയമം നിഷ്കർഷിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഈ സംഭാവന അനധികൃതമാണെന്ന് കണ്ടെത്തിയാൽ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പാർട്ടികൾക്കെതിരെ കടുത്ത നടപടിയെടുക്കാൻ സാധിക്കും എന്നൊരു വസ്തുത കൂടി നിലനിൽക്കുന്നുണ്ട്. ഓർക്കുക, ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുൻപാണ് ഈ അന്വേഷണം വരുന്നത്. ആ അന്വേഷണത്തിൽ ഇങ്ങനെ തട്ടിപ്പുണ്ടെന്ന് തെളിഞ്ഞു കഴിഞ്ഞാൽ പാർട്ടികൾക്കെതിരെ നടപടിയെടുക്കാൻ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അധികാരമുണ്ട്. അതുകൂടി നമ്മളിവിടെ ചേർത്ത് വായിക്കേണ്ടതാണ്. മറ്റൊരു കാര്യം, മാധ്യമങ്ങൾക്ക് പരസ്യം നൽകാൻ 16 കോടി 43 ലക്ഷം രൂപ ചെലവഴിച്ചുവെന്നാണ് CMRL പറയുന്നത്. ഇതിനു പുറമെ ചില മുതിർന്ന മാധ്യമ പ്രവർത്തകർക്ക് ലക്ഷങ്ങൾ നൽകിയ കണക്കും പിടിച്ചെടുത്ത രേഖയിലുണ്ടെന്നാണ് ഇപ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത്. പരസ്യത്തിനായി നൽകിയ പണം പരസ്യം പ്രസിദ്ധീകരിച്ച രേഖകൾ പരിശോധിച്ച് സാധൂകരിച്ചാലും വ്യക്തിപരമായി കൈപ്പറ്റിയ പണം എന്തിന് ചെലവഴിച്ചുവെന്ന് ഈ മാധ്യമ പ്രവർത്തകർ വിശദീകരിക്കേണ്ടി വരും എന്ന് തന്നെയാണ് ഈ ഒരു അന്വേഷണ ഉദ്യോഗസ്ഥൻ പറയുന്നത്. ഒപ്പം പരിമിതമായ ആൾബലമുള്ള നമ്മുടെ ഈ കോപ്പറേറ്റീവ് ലോ സർവീസിൽ നിന്ന് 6 മുതിർന്ന ഉദ്യോഗസ്ഥരെ ഇത്തരം ഒരു ചെറിയ കേസിന് വേണ്ടി അന്വേഷിക്കാൻ ചുമതലപ്പെടുത്തിയതിലും ചില അസ്വാഭാവികത ഉണ്ട് എന്നുകൂടി എടുത്തു പറയണം. ഈ കേസിലെ പരാതിക്കാരനായ ജനപക്ഷ നേതാവ് ഷോൺ ജോർജും പിതാവ് മുൻ MLA ആയ PC ജോർജും പാർട്ടി പിരിച്ചുവിട്ട് BJPയോട് ചേർന്ന ദിവസം തന്നെ അന്വേഷണ ഉത്തരവ് ഇറങ്ങിയതിലും മറ്റ് പാർട്ടികൾ ചില ഗൂഢാലോചനകൾ പറയുന്നുണ്ട് എന്നുകൂടി എടുത്തു പറയേണ്ടതുണ്ട്. അന്വേഷണ സംഘത്തിലെ തലവനായ ഡെപ്യൂട്ടി ഡയറക്ടർ M അരുൺ പ്രസാദിനെ നിയമിച്ചതിലും ഒരു രാഷ്ട്രീയമുണ്ട് എന്നുകൂടി പറയണം. കാരണം നേരത്തെ തമിഴ്നാട്ടിലെ കോൺഗ്രസ് നേതാക്കളായ കാർത്തി ചിദംബരത്തിനെതിരെയും GK വാസനെതിരെയും വിട്ടുവീഴ്ചയില്ലാതെ അന്വേഷണം നടത്തി എന്ന് പറയുന്ന ഒരു ഓഫീസർ കൂടി, അദ്ദേഹത്തിന് അങ്ങനെ ഒരു പ്രതിച്ഛായ കൂടിയുണ്ട്. അപ്പോൾ കേരളത്തിലെ തന്നെ പത്തനംതിട്ടയിലെ പോപ്പുലർ ഫ്രണ്ട് നിക്ഷേപ തട്ടിപ്പ് കേസും ഇദ്ദേഹം അന്വേഷിച്ചിട്ടുണ്ട് എന്നൊരു പ്രത്യേകത കൂടിയുണ്ട്. എന്നാൽ കേരള തമിഴ്നാട് മേഖലയുടെ തലവൻ എന്ന നിലയിലാണ് അരുൺ പ്രസാദ് സംഘത്തലവനായതെന്നും അതിൽ രാഷ്ട്രീയം കാണേണ്ടതില്ല എന്നുമാണ് ഇപ്പോൾ ഉദ്യോഗസ്ഥർ പറയുന്നത്.
കൃത്യമായി പറഞ്ഞാൽ കേന്ദ്ര ഏജൻസികളെ അല്ലെങ്കിൽ കേന്ദ്ര സർക്കാർ ഉപയോഗിക്കുന്ന ഒരു രാഷ്ട്രീയ ആയുധമായി തന്നെയാണ് ഈ തലവനെ എല്ലാവരും കണ്ടുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് അരുൺ പ്രസാദ് എന്ന ഈ ഒരു കേന്ദ്ര സർക്കാരിൻ്റെ ഈ രാഷ്ട്രീയ ആയുധം അതെങ്ങനെയാകും ഇവിടെ പ്രവർത്തിക്കാൻ പോവുക എന്നുള്ള കാര്യവും നമ്മൾ നോക്കിക്കാണേണ്ട ഒന്ന് തന്നെയാണ്. ഒപ്പം സെർച്ചും റെയ്ഡും അറസ്റ്റും നടത്താൻ അധികാരമുള്ളവരാണ് ഈ SFIO അന്വേഷകർ. ഡയറിയിലെ പേരുള്ള രാഷ്ട്രീയക്കാരുടെ വീടുകളിൽ പരിശോധന നടത്തുകയോ ഇല്ലെങ്കിൽ അവർ ചോദ്യം ചെയ്യാൻ വിളിച്ചു വരുത്തുകയോ ഒക്കെ ചെയ്യുന്നത് നമ്മൾ ഇനി വരും ദിവസങ്ങളിൽ കാണേണ്ടി വരും. അങ്ങനെ ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിലേക്ക് കാര്യങ്ങൾ അടുക്കുമ്പോൾ സംഭവം കുറച്ചുകൂടി രൂക്ഷമായ രീതിയിലേക്ക് മാറുന്നുണ്ട്. വീണ വിജയനിൽ ഒതുങ്ങും എന്ന് കരുതിയ അന്വേഷണം അവിടെ മാത്രം നിൽക്കില്ല. പണം വാങ്ങിയ പ്രതിപക്ഷ നേതാക്കളിലേക്കും കാര്യങ്ങൾ എത്തും. പ്രത്യേകിച്ച് KC വേണുഗോപാൽ അടക്കമുള്ളവരിലേക്ക് കാര്യങ്ങൾ എത്തുമെന്ന് പറയുമ്പോൾ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇക്കാര്യത്തിൽ എന്ത് നിലപാട് സ്വീകരിക്കും എന്നതും പ്രത്യേകത തന്നെയാണ്. എന്തായാലും വീണയെ കുരുക്കാൻ വെച്ച ഒരു കുരുക്കാണ്. അതിലിപ്പോൾ പ്രതിപക്ഷ അംഗങ്ങളെല്ലാം പൂർണ്ണമായും വീണ് കഴിഞ്ഞിരിക്കുന്നു. ഇനി അന്വേഷണം നടന്നു കഴിയുമ്പോൾ എന്ത് നിലപാടായിരിക്കും BJP സ്വീകരിക്കുക, അതിലെന്ത് നിലപാടായിരിക്കും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ സ്വീകരിക്കുക എന്നുള്ളതൊന്നൊക്കെ എല്ലാം തന്നെ ഇക്കാര്യത്തിൽ വളരെയധികം നമ്മൾ പ്രാധാന്യം കൽപ്പിക്കേണ്ട ഒന്ന് തന്നെയാണ്. പക്ഷെ അന്വേഷണം പൂർത്തിയാകുമ്പോൾ കേരളത്തിലെ രാഷ്ട്രീയം എങ്ങോട്ട് മാറി ചിന്തിക്കും എന്നുള്ള കാര്യവും നമുക്ക് കാത്തിരുന്ന് കാണേണ്ടതാണ്. എന്തായാലും അന്വേഷണം തുടങ്ങും മുൻപ് തന്നെ ഈ അന്വേഷണം വ്യാപിപ്പിക്കുന്ന ആളുകളുടെ എണ്ണവും കൂടിക്കൂടി വരികയാണ്. അങ്ങനെയാണെങ്കിൽ ഇനി പണി കിട്ടാൻ പോകുന്നത് പ്രതിപക്ഷ അംഗങ്ങൾക്ക് തന്നെ ആയിരിക്കും എന്ന കാര്യത്തിൽ സംശയം വേണ്ട.